അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ എൻ്റെ കപ്പയും പിന്നെ ഈ പുളിയും മുളകും മീൻകറിയിലും തുടങ്ങാമെന്ന് വിചാരിച്ച്. നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് അറിഞ്ഞൂടെ. ഞങ്ങൾ പുളിയും മുളകും എന്നാണ് പറയുന്നത്. ഈ ഉള്ളിയും പുളിയെല്ലാം കൂടെ ഇടിച്ച് ചതച്ച് കപ്പയുടെ കൂടെ കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പരിപാടി മെയിൻലി പുറത്ത് നമ്മുടെ ഗാർഡനിൽ മൾച്ച് ഇടുന്നതാണ്. ഇതാണ് മൾച്ച്. ഇത് ഓരോ പാക്കറ്റായിട്ട് ഇങ്ങനെ മേടിക്കാൻ കിട്ടും. ശരിക്കും പറഞ്ഞാൽ മൾച്ച് എന്ന് പറഞ്ഞാൽ വുഡ് ബാർക്സാണ്. ഈ മരത്തിൻ്റെയും എല്ലാം അവരിങ്ങനെ ക്രംബിൾ ചെയ്ത് അതെല്ലാം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസാക്കും. അപ്പോൾ അത് ഈ ചെടികളുടെയും മരത്തിൻ്റെയൊക്കെ ചുറ്റിനും തന്നെ അത് ഇടുമ്പോഴത്തേക്ക് കാണാനൊരു നല്ല ഭംഗിയാണ് നമ്മുടെ പൂന്തോട്ടമൊക്കെ. അപ്പം നമ്മുടെ ബാർക്സൊക്കെ പഴയതായി, പിന്നെ മഴവെള്ളമൊക്കെ വന്ന് എല്ലാം ഒലിച്ചൊക്കെ പോയി. അപ്പോൾ പുതിയ കുറച്ച് ബാർക്സ് അല്ലെങ്കിൽ മൾച്ച് അത് ഇടാമെന്ന് വിചാരിച്ച്. അപ്പം ഞാനിത് സത്യം പറഞ്ഞാൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങി നിന്ന് ഇതൊക്കെ ചെയ്യുന്നത്. ഒക്കെയാണ് ഒരു 10-15 ചാക്ക് ഓൾറെഡി കടയിൽ പോയി മേടിച്ചത്. അതെല്ലാം ചുമന്ന് കാറിലാക്കി ഇവിടെ കൊണ്ടുവന്ന് ഓരോന്നായിട്ട് ഓരോ മൂലയിലിട്ട് ഇങ്ങനെ നല്ലപോലെ അതിങ്ങനെ നമ്മളിങ്ങനെ മൺവെട്ടി പോലത്തെ സാധനം വെച്ച് നല്ലപോലെ നിരപ്പാക്കിയൊക്കെ ഇടണമല്ലോ. അപ്പോൾ അതൊക്കെ പുള്ളിയാണ് ചെയ്യുന്നത്. ഞാൻ പിന്നെ നിങ്ങളെ ഇതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനും ഒരു 3-4 ചാക്ക് ഞാനും ചെയ്തു കേട്ടോ. ഒരുപാടൊന്നും എന്നെക്കൊണ്ട് സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും എന്തോ പറയുക, അണ്ണാൻ കുഞ്ഞിനും തന്നാലായത് എന്ന് പറയുന്ന പോലെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാനും ചെയ്തു. ആ ഡാർക്ക് ബ്രൗൺ ബാർക്സ് ഇട്ടപ്പോൾ തന്നെ നല്ലൊരു ഭംഗി വന്ന്. പ്രത്യേകിച്ച് നമ്മുടെ വീടൊരു ക്രീമിഷ് ബ്രൗൺ ടോണാണ്. അപ്പോൾ ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ അമേരിക്കയിലാണെന്നും പറഞ്ഞ് നമുക്ക് എല്ലാത്തിനും ആളുകളെ വിളിച്ച് ജോലി ചെയ്യിപ്പിക്കാനൊന്നും പറ്റത്തില്ല. നമ്മുടെ നാട്ടിലെ പോലെ എല്ലാ ജോലിയും നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ ഇതിടണമെങ്കിൽ കടയിൽ പോകണം, ആ സാധനം എല്ലാം മേടിക്കണം, ആ ചാക്കെല്ലാം എടുത്ത് കാറി വെക്കണം, ഇവിടെ കൊണ്ടുവന്ന് അതെല്ലാം എടുത്ത് പുറത്ത് വെക്കണം, പിന്നെ അതെല്ലാം നിരപ്പാക്കി ഇടണം. ഈ പണികളെല്ലാം നമ്മളാണ് ചെയ്യുന്നത്. അപ്പം എനിക്കൊന്ന് ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റും. മനസ്സിലായ നാട്ടിൽ നമുക്ക് അതിനൊക്കെ പെട്ടെന്ന് ആളെ കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു കംഫർട്ട് സോണിലായതുകൊണ്ട് നമ്മൾ അധികം അത് ഏറ്റെടുക്കാൻ ശ്രമിക്കാറില്ല. ഇവിടെ പിന്നെ വേറെ നിവൃത്തിയില്ല, അതുകൊണ്ട് നമ്മൾ ചെയ്യും. പക്ഷേ അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം കുറച്ച് ഗാർഡനിങ് നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ ഈ പ്ലംബിങ് അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ തനിയെ തന്നെ ചെയ്യും. ഈവൻ പെയിൻറ്റിങ് ആയാൽ കൂടി നമ്മുടെ വീടിൻ്റെ അകത്തൊക്കെ കുറേ സ്ഥലമൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഈ കണ്ട മേശപ്പുറം എനിക്കറിയത്തില്ല, നിങ്ങളത് ശ്രദ്ധിച്ചോ ഒന്ന്, വെളിയിൽ കിടക്കുന്ന അത് നമ്മൾ പെയിൻറ്റ് ചെയ്തതാണ്. പണ്ട് കറുത്ത കളറായിരുന്നു, നമ്മൾ വീടിൻ്റെ പെയിൻറ്റ് മാറ്റിയപ്പോഴത്തേക്ക് വെള്ളയാക്കിയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, പിന്നെ കാണാം.